കോഴിക്കോട് സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ദോശ കാർണിവൽ ശ്രദ്ധേയമായി. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഴിവുകളും പങ്കാളിത്തവും സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി മാമ്പറ്റ പ്രതീക്ഷ സ്കൂളാണ് ദോശ കാർണിവൽ സംഘടിപ്പിച്ചത്. ദോശ കാർണിവലിന്റെ കാഴ്ചകൾ കാണാം. ഓരോ വീട്ടിൽ നിന്നും വിവിധ തരത്തിലുള്ള ദോശകൾ. ഇങ്ങനെ 40-ലധികം വ്യത്യസ്ത ദോശകളുമായാണ് കുട്ടികൾ ദോശ കാർണിവൽ സംഘടിപ്പിച്ചത്. രുചിയിലും അവതരണത്തിലും ഏറെ വ്യത്യസ്തത പുലർത്തിയ ദോശകൾ അധ്യാപകരെയും അതിഥികളെയും ഒരുപോലെ അതിശയിപ്പിച്ചു. എന്നാൽ കുട്ടികളാകട്ടെ ദോശകൾ രുചിക്കാമെന്ന സന്തോഷത്തിലായിരുന്നു. നല്ല അടിപൊളി ദോശയായിരുന്നു. എല്ലാവരുടെയും ദോശ നല്ല സൂപ്പറായിരുന്നു. പരിപാടി മുക്കം നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CA പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പങ്കെടുത്ത അതിഥികൾ മനസ്സും വയറും നിറഞ്ഞ സന്തോഷത്തോടെയാണ് മടങ്ങിയത്. ഒരു ദോശ എന്നതിലുപരി ഈ ഒരു കൂട്ടായ്മയോടെ ഒരുമിച്ചിരുന്നു കൊണ്ട് അത് കഴിക്കും കൂടി ചെയ്തപ്പോൾ അതിന് ഇരട്ടി മധുരാണ് ഈ ദോശയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനത്തെ കുട്ടികളെ സമൂഹം എന്നും മാറ്റി നിർത്തുകയാണ്. പക്ഷെ നമുക്കിനി അങ്ങോട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് പരിപാടികൾ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹമുള്ളത്. ഓരോ വീട്ടിൽ നിന്നും അവർക്ക് കഴിയുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരിക, അതിൻ്റെ ടേസ്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള രുചി വിദ്യാർത്ഥികളെ അനുഭവിപ്പിക്കുക എന്നുള്ള ഒരു പരീക്ഷണം 1ാം ഘട്ടത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ടീച്ചേഴ്സും PTA കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആത്മവിശ്വാസവും സാമൂഹിക പങ്കാളിത്തവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 40-ലധികം ദോശകളിൽ നിന്നും മികച്ച ദോശയ്ക്കുള്ള 1ാം സ്ഥാനം ഗാലിയ കാരശ്ശേരി നേടി. 2ാം സ്ഥാനം ജോയിഷ് സന്തോഷും 3ാം സ്ഥാനം ശ്രീഹരി പൊന്നാങ്കയവും കരസ്ഥമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്.